പണത്തിനു വേണ്ടി എന്ത് അധാർമികതയ്ക്കും കൂട്ടുനിൽക്കുന്ന ഒരു ലോകത്തിലാണ് മനുഷ്യനെന്ന് ജീവിച്ചു വരുന്നത്. ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പറക്കമുറ്റാത്ത നവജാത ശിശുക്കളെ വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു വലിയ മനുഷ്യക്കടത്ത് മാഫിയയാണ് 2 ആഴ്ചയ്ക്ക് മുമ്പ് പോലീസ് പിടിയിലായിരിക്കുന്നത്. ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശ്, കർണാടക കേന്ദ്രീകരിച്ച് IVF ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ കൃത്രിമ ബീജസങ്കലന ക്ലിനിക്കുകളും വാടക ഗർഭധാരണ ചികിത്സകളും നിയമവിരുദ്ധമായി നടത്തി ഉപഭോക്താക്കളെ വഞ്ചിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ ശൃംഖലയ്ക്കാണ് ആന്ധ്ര പോലീസ് പൂട്ടിട്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇന്നിൻ്റെ ലോകത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതേസമയം കൃത്രിമ ബീജസങ്കലനവും വാടക ഗർഭപാത്രങ്ങളും മനുഷ്യൻ്റെ ധാർമ്മിക ബോധത്തെ തല്ലൊന്നുമല്ല ആശയക്കുഴപ്പത്തിലേക്ക് വലിച്ചിഴക്കുന്നത്. പ്രസ്തുത കൃത്രിമ പ്രത്യുൽപാദന രീതികളെ പ്രതിനിധാനം ചെയ്ത് കത്തോലിക്ക സഭയുടെ നിലപാട് വ്യക്തമാക്കുന്ന ഷെക്കാന ന്യൂസിൻ്റെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു വലിയ മനുഷ്യക്കടത്ത് സംഘമാണ് ഹൈദരാബാദിൽ പിടിയിലായിരിക്കുന്നത്. തെലങ്കാനയിലും ആന്ധ്രയിലുമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന യൂണിവേഴ്സൽ സൃഷ്ടി ഫെർട്ടിലിറ്റി സെന്ററിനാണ് താഴ് വീണിരിക്കുന്നത്. IVF എന്നറിയപ്പെടുന്ന കൃത്രിമ ബീജസങ്കലനത്തിൻ്റെയും വാടക ഗർഭധാരണത്തിൻ്റെയും മറവിൽ ലക്ഷങ്ങളാണ് ആന്ധ്രയിലും തെലങ്കാനയിലും കർണാടകയിലുമായി പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് മാഫിയയുടെ കണ്ണികളായി പ്രവർത്തിക്കുന്ന ക്ലിനിക്കുകൾ ആവശ്യക്കാരിൽ നിന്നും വാങ്ങിയിരുന്നത്. സ്വാഭാവികമായ ഗർഭധാരണം സാധിക്കാത്ത സന്ദർഭങ്ങളിൽ നിരാശരായ ദമ്പതികളാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, വാടക ഗർഭധാരണം മുതലായ നൂതന രീതികൾ അവലംബിക്കുന്നത്. വന്ധ്യതയുള്ളവരിൽ നൂതന മെഡിക്കൽ ഡ്രഗുകൾ ഉപയോഗിച്ച് അണ്ടത്തെ ഉൽപ്പാദിപ്പിക്കുകയും തുടർന്ന് മെഡിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ബീജസങ്കലനം നടത്തുകയും പിന്നീട് വിജയകരമായി സങ്കലനം ചെയ്യപ്പെട്ട ഭ്രൂണത്തിനെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയുമാണ് ചെയ്യുന്നത്. അതേസമയം വാടക ഗർഭധാരണത്തിൽ വന്ധ്യത അനുഭവിക്കുന്ന ദമ്പതികളുടെ അണ്ടവും ബീജവും ശേഖരിച്ച് വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ സങ്കലനം നടത്തുകയും ദമ്പതികളല്ലാത്ത മറ്റൊരു വ്യക്തിയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയും ദമ്പതികൾക്ക് വേണ്ടി മറ്റൊരാൾ ഭ്രൂണത്തെ ഉദരത്തിൽ വഹിക്കുകയും തുടർന്ന് വളർച്ചയെത്തുമ്പോൾ നിയമപരമായി തന്നെ ജനിക്കുന്ന ശിശുവിനെ ഗർഭധാരണത്തിന് ശേഷം ദമ്പതികൾക്ക് കൈമാറുകയുമാണ് ഈ സമ്പ്രദായത്തിൽ നടക്കുന്നത്. കൃത്രിമ ബീജസങ്കലനത്തിന് 90,000 മുതൽ 3 ലക്ഷം രൂപ വരെ ചിലവാണ് വരുന്നത്. എന്നാൽ വാടക ഗർഭധാരണത്തിന് ഉദരത്തിൽ ശിശുവിനെ വഹിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തിയുടെ ചിലവും വൈദ്യശാസ്ത്ര പരിശോധന ചിലവുകളും കൂടി ഏകദേശം 10 ലക്ഷം മുതൽ 23 ലക്ഷം രൂപ വരെയാണ് ചിലവാക്കേണ്ടത്. എന്നാൽ ഹൈദരാബാദിൽ പോലീസ് ഉദ്യോഗസ്ഥർ റൈഡ് ചെയ്ത യൂണിവേഴ്സൽ സൃഷ്ടി ഫെർട്ടിലിറ്റി സെന്ററിൽ നടന്നിരുന്നത് മനുഷ്യക്കടത്തായിരുന്നു. Some of them because of some financial issues, some of them because of some other societal problems, they have given over the child and they have taken some money for it. So it is a case of baby selling, and they have also been remanded in this case. Did you also come across of any women who were used as surrogate mothers, maybe not with the sperm of this of the couples who were intending to have a biological child? No. What we found is that there was no real surrogacy being done at all. Even in the name of surrogacy, they were actually just using the children of the biological parents who did not want to keep the child. വന്ധ്യത മൂലം കഷ്ടപ്പെടുന്ന ദമ്പതികളിൽ നിന്ന് 35 മുതൽ 40 ലക്ഷം രൂപ വരെ വാടക ഗർഭധാരണത്തിൻ്റെ പേരിൽ വാങ്ങുകയും കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലുമുള്ള ദരിദ്രരായ മാതാപിതാക്കളുടെ നവജാത ശിശുക്കളെ 90,000 മുതൽ 3.5 ലക്ഷം രൂപയ്ക്ക് വരെ വാങ്ങുകയും വന്ധ്യത മൂലം വളരെ മുമ്പേ ക്ലിനിക്കിൽ എത്തിച്ചേരുകയും വാടക ഗർഭധാരണത്തിൻ്റെ പേരും പറഞ്ഞ് വിവിധ മെഡിക്കൽ ടെസ്റ്റുകൾക്ക് വിധേയരാവുകയും ചെയ്ത ദമ്പതികൾക്ക് അവരുടെ ബീജസങ്കലനത്തിലുണ്ടായ സ്വന്തം ശിശുവെന്ന വ്യാജ DNA ടെസ്റ്റ് റിസൾട്ടും ബർത്ത് സർട്ടിഫിക്കറ്റും നിർമ്മിച്ച് നവജാത ശിശുക്കളെ കൈമാറുകയുമാണ് ഇതുപോലെയുള്ള ക്ലിനിക്കുകളിൽ ചെയ്തിരുന്നത്. ഇതേ തുടർന്ന് സംശയം തോന്നിയ ദമ്പതികൾ ശിശുവിൻ്റെ DNA മറ്റ് ആശുപത്രിയിലോ അംഗീകാരമുള്ള ക്ലിനിക്കിലോ പോയി പരിശോധിക്കുകയും ഫലമറിയുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഈ വിധം വാടക ഗർഭധാരണത്തിൻ്റെ പേരിൽ നൽകപ്പെട്ട നവജാത ശിശുക്കളുടെ മാതാപിതാക്കൾ തങ്ങളല്ല എന്ന് കണ്ടെത്തുകയും തുടർന്ന് അധികാരികളോട് ഇതേക്കുറിച്ച് പരാതിപ്പെടുകയുമാണ് ചെയ്തിരുന്നത്. പ്രസ്തുത പരാതികൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള റൈഡിൽ നിന്നാണ് 15 വർഷമായി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഹൈദരാബാദിലെ ക്ലിനിക്ക് ഇതുവരെയും IVFO വാടക ഗർഭധാരണ ചികിത്സയോ നടന്നിട്ടില്ല എന്നും ഇതേക്കുറിച്ചുള്ള രേഖകൾ തീർത്തും വ്യാജമാണെന്നും കണ്ടെത്തിയത്. കൃത്രിമ ബീജസങ്കലനം, വാടക ഗർഭധാരണം മുതലായ മാർഗങ്ങളെ കത്തോലിക്ക സഭ അപലപിക്കുകയും അധാർമികവും ദൈവിക പദ്ധതിക്ക് വിരുദ്ധമാണെന്ന നിലയ്ക്ക് എതിർക്കുകയും എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്.
ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹവാത്സല്യപൂർവമായ സ്വാഭാവിക ബന്ധത്തിൽ നിന്ന് ജനിക്കുന്ന മക്കൾക്കുമുപരി വെറും പരീക്ഷണശാലയിൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ നടക്കുന്ന പ്രവൃത്തിയായി മാത്രം ഗർഭധാരണത്തെ തരം താഴ്ത്തരുതെന്നും ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ മുതലായ കൃത്രിമ ബീജസങ്കലന പ്രവൃത്തികളിൽ ഒരുപക്ഷെ സങ്കലനം നടന്ന ഭ്രൂണങ്ങൾ കൃത്രിമമായി മരവിപ്പിക്കുവാനും നശിച്ചു പോകുവാനും ദുരുപയോഗം ചെയ്യുവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നും സഭ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഗർഭധാരണം മുതൽ ഭ്രൂണത്തെ വെറും കോശങ്ങളായിട്ടല്ല, മനുഷ്യൻ്റെ എല്ലാവിധ മാഹാത്മ്യത്തിനും അർഹമായ മനുഷ്യ ജീവനായിട്ടാണ് സഭ കണ്ടുവരുന്നതും പഠിപ്പിക്കുന്നതും. അതേസമയം കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് പരസ്പര പൂരകങ്ങളായ ദമ്പതികളായ 2 പേരല്ലാതെ മറ്റൊരാൾക്ക് കൂടി ഇട നൽകുന്ന അധാർമികമായ പ്രവൃത്തിയാണ് വാടക ഗർഭധാരണത്തിൽ നടക്കുന്നത്. പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനെന്നുള്ള പ്രകൃതിയുടെ നിയമവും വിവാഹത്തിലൂടെ സ്ത്രീയും പുരുഷനും 2 അല്ല 1 ആണെന്ന് പഠിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനുമെതിരാണ് വാടക ഗർഭധാരണം എന്നത് സഭ പഠിപ്പിക്കുന്നത്. വിവാഹത്തിലൂടെയാണ് ഒരു സ്ത്രീ അമ്മയാകേണ്ടത്. അത് ഗാർഹിക സാമൂഹിക ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമാണ്. ഒരുപക്ഷെ ഇത്തരം അധാർമിക പ്രവൃത്തികൾക്ക് ഇരയാകുന്നത് ദരിദ്രരും നിരാലംബരുമായ സ്ത്രീകളാണ്. അല്പം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ദരിദ്രരായ യുവതികൾ വാടക ഗർഭധാരണത്തിന് തയ്യാറാകുമെങ്കിലും പ്രത്യക്ഷത്തിൽ ഈ നിരാലംബരുടെ ദാരിദ്ര്യത്തെയും സ്വാതന്ത്ര്യത്തെയും ചൂഷണം ചെയ്യുകയാണ് കൃത്രിമമായ ഈ പ്രവൃത്തികളിലൂടെ മനുഷ്യൻ ധനലാഭത്തിനു വേണ്ടി ചെയ്യുന്നത്. IVF, വാടക ഗർഭധാരണം മുതലായ മാർഗങ്ങളെ സഭ അപലപിക്കുന്നുണ്ടെങ്കിലും വന്ധ്യത ദൂരീകരണത്തിനുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ നൂതന ചികിത്സാ രീതികളെയും സ്വാഭാവിക പ്രത്യുൽപാദന രീതികളെ സഹായിക്കുന്ന നാപ്രോ ടെക്നോളജികളെയും ചികിത്സിച്ച് സുഖപ്പെടുത്തുവാൻ സാധിക്കാത്ത കേസുകളിൽ ശിശുവിനെ ദത്തെടുക്കുന്നതും സഭ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വത്തിക്കാൻ്റെ 1987 ഡോനും വീത്തായി, 2008 ഡിഗ്നിത്താസ് പെർസോണ എന്നീ രേഖകളിലാണ് പ്രസ്തുത കാര്യങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഗർഭധാരണവും ജനനവുമെല്ലാം ലാഭമുണ്ടാക്കുവാനുള്ള സാമ്പത്തിക ഇടപാടുകളാക്കാതെ സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരുമയുടെയും ഫലദായകത്വമുള്ള നിമിഷങ്ങളാക്കുവാനാണ് കത്തോലിക്ക സഭ ഉത്ബോധിപ്പിക്കുന്നത്.